ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയിലൂടെ സിനിമയിലെത്തിയ താരമാണ് ബൈജു സന്തോഷ്. എന്റെ യഥാർത്ഥ പേര് സന്തോഷ് കുമാർ എന്നാണ്. വീട്ടിലും സുഹൃത്തുക്കളുമൊക്കെ ബൈജു എന്നാണ് വിളിക്കാറ്. ന്യൂമറോളജി അനുസരിച്ച് ബൈജു എന്ന പേരിന്റെ കൂടെ യഥാർത്ഥ പേരായ സന്തോഷ് കുമാർ എന്നുകൂടി ചേർത്തു. അങ്ങനെയാണ് ബൈജു സന്തോഷ് കുമാർ ആയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ വിശ്വാസം താരത്തിനുണ്ട്. ഒരിക്കൽ ബൈജുവിന് സിനിമയിൽ ഒരു ഇടവേള സംഭവിച്ചിരുന്നു. ആ സമയത്ത് കുറച്ച് റിയൽ എസ്റ്റേറ്റും മറ്റു ബിസിനസ്സുകളുമൊക്കെയായിരുന്നു താരത്തിന്റെ പരിപാടികൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായി അഭിനയിച്ചത് ഒരു നാടകത്തിലാണ്. പഠനമൊക്കെ പ്രീഡിഗ്രി കഴിഞ്ഞപ്പോൾ നിർത്തി. എങ്കിലും ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം സംസാരിക്കാനുള്ള അറിവ് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ചു. പഠിക്കുന്ന കാലത്ത് സബ് ഇൻസ്പെക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് സബ് ഇൻസ്പെക്ടറായി കയറിയിരുന്നെങ്കിൽ ഇന്ന് SP ആകുമായിരുന്നു. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സിനിമയിലൂടെ പൂർത്തീകരിച്ചുവെന്ന് ബൈജു തന്നെ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലിപ്പോൾ വൈറലാകുന്നത് ബൈജുവിനെക്കുറിച്ച് നടി മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങളാണ്. ബൈജുവുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് മഞ്ജു. എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ തനിക്ക് ഓർമ്മയില്ലെന്നും, പക്ഷേ ഇന്നൊരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലും വെറുതെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നയാളാണ് ബൈജു. സിനിമയ്ക്ക് അപ്പുറത്താണ് അദ്ദേഹവുമായുള്ള ബന്ധം. സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ചഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധമെന്നും മഞ്ജു വാര്യർ പറയുന്നു. താരങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ കുത്തിപ്പൊക്കി പിന്നെ വൈറലാകുന്ന പ്രവണത സോഷ്യൽ മീഡിയയിൽ സ്ഥിര സംഭവമാണ്. അത്തരത്തിൽ ദിലീപ് മഞ്ജു വാര്യരെ പറ്റി പറഞ്ഞൊരു വീഡിയോയും വൈറലാണിപ്പോൾ. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദമെന്ന് പറയുന്നത് അതൊരു ഭാര്യ-ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല. ശക്തരായ കൂട്ടുകാരായിരുന്നു. എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ അവസ്ഥയുണ്ടായത്. അതിൽ വിഷമമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ വിഷയമാണ്. അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത്. ഞാൻ ന്യായീകരിക്കുകയല്ല. ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാവ്യയെ വെള്ളപൂശി റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത്. സത്യസന്ധമായ കാര്യം കാവ്യയല്ല ഇതിന് കാരണം എന്നാണ് ദിലീപിന്റെ വാക്കുകൾ. വീഡിയോയ്ക്ക് താഴെ നല്ല സുഹൃത്തായിട്ടാണോ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കാവ്യ വിവാഹം കഴിച്ചതെന്നുള്ള തരത്തിൽ കമന്റുകളുമുണ്ട്.